റമദാൻ മാസം തുടങ്ങുകയാണ്. 10ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും കുട്ടികൾക്ക് ബോർഡ് എക്സാമിനേഷനും തുടങ്ങുകയാണ്. മറ്റു വിദ്യാർത്ഥികളെ സംബന്ധിച്ചും അവരുടെ അവസാന വർഷ പരീക്ഷയുടെ സമയം കൂടിയാണിത്. മുസ്ലിം കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കുമൊക്കെ ഒരുപോലെ ആശങ്ക ഉണ്ടാക്കുന്ന ഒന്നാണ് പരീക്ഷയും നോമ്പും നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് റമദാൻ ശരിക്കും ഡിസിപ്ലിനും പേഷ്യൻസും ഫോക്കസും സെൽഫ് കൺട്രോളും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു മാസമാണല്ലോ. ശരിക്കും പരീക്ഷാ വിജയത്തിന് വേണ്ട കാര്യങ്ങൾ കൂടിയാണിത്. അതായത് ഈ പറഞ്ഞ ക്വാളിറ്റീസൊക്കെ തന്നെയാണ് നമുക്ക് പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങുവാനും വേണ്ടത്. നമുക്ക് എങ്ങനെയാണ് നോമ്പിനെയും പരീക്ഷയെയും ഇതിന് രണ്ടിനെയും പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനായിട്ട് കഴിയുന്നത്? അതിന് ചില ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് റമദാൻ മാസത്തിലെ നമ്മുടെ സ്റ്റഡി ലീവ്, അതായത് റിവിഷൻ ടൈമും പരീക്ഷാ ദിനവും പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യാൻ കഴിയുക എന്നുള്ളത്. രണ്ടും രണ്ടായിട്ട് പ്ലാൻ ചെയ്യണം. റിവിഷൻ നടത്തുന്ന ദിവസം അല്ലെങ്കിൽ സ്റ്റഡി ലീവ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടഫായിട്ടുള്ള സബ്ജക്റ്റുകൾ പഠിക്കുവാനുള്ള ഏറ്റവും മികച്ച സമയം റമദാൻ മാസത്തിൽ സുബഹിക്ക് ശേഷമുള്ള സമയമാണ്. അത് ആ സമയമാണ് എന്നതിൽ ആളുകൾക്ക് സംശയം ഉണ്ടാവില്ല. കാരണം സ്വാഭാവികമായും ആ സമയത്താണ് നമ്മുടെ മൈൻഡ് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നത്. ഫലപ്രദമായിട്ട് ആ സമയത്ത് നമുക്ക് ഉപയോഗപ്പെടുത്തുവാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷയിൽ മികച്ച മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിയും. നമ്മൾ നോമ്പ് പിടിക്കുന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്കൊരു 2 മണിയോടുകൂടി നമ്മുടെ എനർജി ലെവലൊക്കെ ഏകദേശം കുറയുവാനായിട്ട് തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം ഏറ്റവും ലൈറ്റായിട്ടുള്ള അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് അല്ലാത്ത സബ്ജക്റ്റുകൾ പഠിക്കുവാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നോമ്പ് തുറന്നു കഴിഞ്ഞ് ഇശാ നമസ്കാരം വരെയുള്ള സമയങ്ങൾ അത് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് കൃത്യമായിട്ട് ആ സമയവും നമ്മൾ എന്ത് ചെയ്യണം, ഉപയോഗപ്പെടുത്താനായിട്ട് കഴിയണം. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്ലീപ്പിംഗ്, ഉറക്കം എന്നത് നമ്മുടെ ഒരു ഓപ്ഷണൽ മാത്രമാക്കി മാറ്റരുത്. നിർബന്ധമായും ദിവസവും കുറഞ്ഞത് 6-7 മണിക്കൂർ ഉറങ്ങുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. കാരണം സ്ലീപ്പിംഗ് നമ്മുടെ മെമ്മറി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുമെന്നത് സംശയമൊന്നുമില്ലല്ലോ. തറാവീഹ് നമസ്കാരത്തിന് ശേഷം പരമാവധി നേരത്തെ നമ്മൾ ഉറങ്ങാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. എന്നിട്ടോ സുബഹിക്ക് മുമ്പുള്ള അത്താഴം കഴിക്കുവാനായിട്ട് പരമാവധി വൈകിപ്പിച്ച് സുബഹിക്ക് തൊട്ട് മുമ്പ് എഴുന്നേറ്റാൽ മതിയാവും. പരീക്ഷയുള്ള ദിവസങ്ങളിൽ സുബഹിക്ക് ശേഷം ഉറങ്ങിയിട്ട് നേരെ പരീക്ഷയ്ക്ക് യാതൊരു കാരണവശാലും പോകരുത്. വേറൊന്ന്, ഇനിയിപ്പോൾ റിവിഷൻ നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ഷീണം അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ ബ്രെയിനിന് റെസ്റ്റ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. 5 മിനിറ്റിൻ്റെ അല്ലെങ്കിൽ 10 മിനിറ്റിൻ്റെ ഒരു ചെറിയ മയക്കം മതിയാകും മണിക്കൂറുകളോളം നമുക്ക് ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യാനായിട്ട്. ഉറക്കം തൂങ്ങി പഠിക്കുന്നതിനേക്കാൾ ഇങ്ങനെ ചെറിയ മയക്കങ്ങൾ എടുത്ത് പഠിച്ചാൽ നമ്മുടെ ലേണിംഗ് എഫിഷ്യൻസി നമുക്ക് 30% ഏകദേശം 30% വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നാണ് സയൻസ് പറയുന്നത്. പഠന സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഒരുപാട് നേരം തുടർച്ചയായിരുന്നു പഠിക്കുന്നതിന് പകരം അരമണിക്കൂറോ അല്ലെങ്കിൽ